ഹൈ ഓൾ. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെയും തേർഡ് ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഡിവൈസസ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ലോസ് എന്തൊക്കെയാണെന്നൊക്കെ ഒറ്റ ടേബിളിൽ ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് ടേബിള്. ഞാൻ എടുക്കുമ്പോൾ സൂം ചെയ്യുക. ഓക്കെ, ഏതൊക്കെയാണ്? മോട്ടർ, ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ടർ. ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കണം. ഇങ്ങനെ റിലേഷൻഷിപ്പായിട്ടൊക്കെ ചോദിക്കാം. മോട്ടറിൻ്റെ എന്താണ്? എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് കീപ്പ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതുകൊണ്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. അതാണ് ഇലക്ട്രിക് മോട്ടർ. ഫോഴ്സ് വന്നാൽ മൂവ്മെൻ്റ് ഉണ്ടാവും. സോ മോട്ടർ മൂവ്മെൻറ്റ്. അതിനെ ഗവേൺ ചെയ്യുന്ന ലോ ആണേത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്, ഇത് മൂന്നും ലെഫ്റ്റ് ഹാൻഡിൻ്റെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിച്ചാൽ, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനിലും നമ്മൾ പിടിക്കുകയാണെങ്കിൽ, തമ്പ് നമുക്ക് എന്തിൻ്റെ ഡയറക്ഷൻ തരുമെന്നാണ് ഈ ലോ പറയുന്നത്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ജനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ ജനറേറ്റ് ചെയ്യുന്നു. അവിടെ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? EMF ആണ്. പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ജനറേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡയറക്ഷൻ തരുന്ന ഏതാണ്? ഫ്ലെമിങ്സ് ആണ് റൈറ്റ് ഹാൻഡ് റൂൾ. വലത് കൈയിലെ തമ്പ്, മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യുക. ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്പ് മോഷൻ ഓഫ് കണ്ടക്ടറും, നേരത്തെ ഫസ്റ്റ് ലോയിൽ പറഞ്ഞ മോഷൻ ഓഫ് കണ്ടക്ടറും പിടിക്കുകയാണെങ്കിൽ, മിഡിൽ ഫിംഗർ എന്തിൻ്റെ ഡയറക്ഷൻ നമുക്ക് തരും? ഈ പറഞ്ഞ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ. ഈ രണ്ടിൻ്റെ പാർട്സ് ഏകദേശം സിമിലറാണ്. രണ്ടിനും മാഗ്നറ്റിക് പോൾസ് അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ആർമേച്ചറുണ്ട്, സ്പ്ലിറ്റ് റിങ്ങും സ്ലിപ്പ് റിങ്ങുമാണ്, പിന്നെ ബ്രഷ്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടെണ്ണം ട്രാൻസ്ഫോമറും ഇൻഡക്ടറുമാണ്. പ്രിൻസിപ്പിളൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ, അതായത് രണ്ട് കോയിലുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി കോയിലിലെ ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണം സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്ഷനാണ് പ്രിൻസിപ്പിൾ. ഒരു കോയിലിലെ തന്നെ, അല്ലെങ്കിൽ ഒരു സോളിനോയിഡിലെ തന്നെ ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണം അതേ സോളിനോയിഡിൽ അല്ലെങ്കിൽ കോയിലിൽ തന്നെ എന്തുണ്ടാവുന്നു? ഒരു ബാക്ക് EMF, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇൻഡക്ടർ എന്നാണ് കൂടെ പറയുന്നത്. ഇൻഡക്ടേഴ്സ് ആർ കോയിൽസ് യൂസ് ടു ഒപ്പോസ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഓക്കെ, ടേബിള് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ കാണിച്ചാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾസൊക്കെ എക്സാമിന് ചോദിക്കാം. താങ്ക് യു.